ചത്തപ്പച്ച ഇതിനോടകം പേരുകൊണ്ട് തന്നെയും അതിൻ്റെ ട്രെയിലറൊക്കെ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധ നേടിയ പടം നാളെ വേൾഡ് വൈഡ് റിലീസ് ചെയ്യാം. ഇതിൻ്റെ പ്രീമിയർ ഷോ ഇന്നലെ ദുബായിൽ കഴിഞ്ഞു. പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അറിയാത്തവരുണ്ടായിരിക്കും. പ്രീമിയർ ഷോ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ DS ഇറയില്ലായിരുന്നു. DS ഇറ എല്ലാവർക്കും പബ്ലിക്കിന് വേണ്ടി നമുക്ക് പ്രീമിയർ ഷോ തലേദിവസം രാത്രി 10 മണിക്കുണ്ടായിരുന്നു. ഞാനൊക്കെ പോയി കണ്ടതായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മളൊരു പ്രീമിയർ ഷോ നമ്മൾ പബ്ലിക്കായിട്ട് പോയി നമ്മൾ തിയേറ്ററിൽ പോയി തലേദിവസം രാത്രി പോയി പടം കാണും. അത് ഗംഭീര പടമായിട്ട് അടുത്ത ദിവസം ഭയങ്കര വളായി. ഇതിൻ്റെ റിപ്പോർട്ടുകളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലർ അതിഗംഭീരം എന്ന് പറയുന്നു, ചിലർ ഗംഭീരം എന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നു. അത് ഇപ്പോഴത്തെ പ്രിവ്യൂ ഷോ, കാരണം അത് പബ്ലിക് അല്ലല്ലോ കണ്ടേ, കുറച്ച് വ്യക്തികളും അതിൻ്റെ ആർട്ടിസ്റ്റുകളും ബാക്കിയുള്ളവരെല്ലാം ഇവിടെ കണ്ടതായിരിക്കും. എന്തായാലും പ്രിവ്യൂ ഷോ കഴിഞ്ഞിട്ടുണ്ട്. 20-ാം തീയതി ദുബായ് കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെ കുറേ പേര് കണ്ടിട്ടുണ്ട്. എന്തായാലും എന്തൊക്കെ തന്നെ ആയാലും ഏതുതരം റിപ്പോർട്ടായാലും നാളെ തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്നൊരു എല്ലാ ആൾക്കൂട്ടത്തിന് മുമ്പിലും കിട്ടുന്നൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടായിരിക്കും ഫൈനൽ റിപ്പോർട്ട്. അത് ഫൈനൽ ജഡ്ജ്മെൻ്റ് ആണ്. എന്തായാലും ഏതാനും മണിക്കൂറേ ഉള്ളൂ. അത്യാവശ്യം നല്ല ബുക്കിംഗ് ഉണ്ട് സിനിമയ്ക്ക് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബുക്കിംഗ് ആണ്. മോഹൻലാൽ ആദ്യ ടിക്കറ്റ് വിൽപ്പന, മമ്മൂട്ടി ക്യാമിയോ റോളിൽ, അതും അത്യാവശ്യം നല്ല ക്യാമിയോ റോളിൽ, പിന്നെ ഇവരെല്ലാം തകർത്ത് അഭിനയിച്ചേക്കുന്നു. ഇതെല്ലാം ഒത്തുവന്നാൽ ചത്തപ്പച്ച മിന്നിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എല്ലാം ഒത്തുവന്നാൽ നാളെ നമുക്ക് പാക്കലാം.